നമസ്കാരം. ഇതെൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എന്താ പറയാൻ പോണേന്ന് വെച്ചാൽ എൻ്റെ ഓപ്പറേഷൻ ആ ദിവസത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. അതായത് ഇതെല്ലാവർക്കും ഉപകരിക്കുന്നുള്ള രീതിയിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇത്രയെല്ലാം ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നവർക്കൊക്കെ അവർക്കൊക്കെ അതൊരു നല്ലൊരു ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ അവിടെ അഡ്മിറ്റ് ആയാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസം രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാവിലെ 6 മണിക്ക് ഇവിടെ വരുന്നവരെ ഒന്നും കഴിക്കാൻ പാടില്ല. എനിക്ക് ഈ തൈറോയിഡൊക്കെ ഉള്ളത് കാരണം ഡോക്ടർ പറഞ്ഞു ഒരു സിപ്പ് വെള്ളത്തിൽ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഷറിൻ്റെയും അത് കഴിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് രാവിലെ 6 മണിക്ക് ഞങ്ങളവിടെ കറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞു ഹോസ്പിറ്റലിൽ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പതുക്കെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതിന് മുമ്പുള്ള കുറേ അവർക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പതുക്കെ ചെയ്തു. അങ്ങനെ ടൈം പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ ചോദിച്ചു എന്തത് രാവിലെ 8:30 ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 8:30 മണി കഴിഞ്ഞ് 9 മണി ആയല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ 10:30 ആകുമ്പോഴേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ടൈം എനിക്ക് ഇപ്പോൾ ഭക്ഷണം ഇല്ലാണ്ടായിരിക്കണത്, ഒരു ഭക്ഷണവും ഇല്ല. അപ്പോൾ 10:30 ആയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ വന്നപ്പോൾ വേഗം ആദ്യം തന്നെ ആ സലൈൻ കയറ്റി കയ്യിൽ. അത് കയറ്റി, കാരണം ആ ഭക്ഷണമൊന്നും ഇല്ലാണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് കയറ്റി കഴിഞ്ഞപ്പോഴേ കുറച്ചൊരു ജീവൻ വെച്ചത്. അത് കയറ്റി എന്നെ ഓപ്പറേഷൻ ടേബിളിൽ എന്നെ കിടത്തി അത് സലൈൻ വെച്ചു. അതിന് ശേഷം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് സ്പൈനലിൽ എനിക്ക് അനസ്തേഷ്യ തന്നത്. സ്പൈനലിൽ ഇഞ്ചക്ഷനാണ് അനസ്തേഷ്യ. ആ അനസ്തേഷ്യ തരാൻ 4-5 പേര് കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ വന്ന് പിടിക്കാനും ചെയ്യാനൊക്കെ. അനസ്തേഷ്യ തന്നതിന് ശേഷം അവർ ഓപ്പറേഷൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഒരു 6 ഡോക്ടർമാർ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ അവിടുത്തെ ആ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ബോധമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ ഡോക്ടർ വന്നില്ലേ ഇനിയും ചോദിച്ചു. ഇല്ല, ഡോക്ടർ സമയമാകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു അവർ. അത് കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോൾ ഡോക്ടർ എത്തി. എനിക്ക് കർട്ടൻ ഇട്ടുകൂടാ, അപ്പോൾ അത് കാരണം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ എൻ്റെ 2 കാലും മരവിച്ച് പോയി കഴിഞ്ഞു ഈ സ്പൈനലിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ട്. അപ്പോൾ അത് കാരണം ഒന്നും അറിയില്ല എനിക്ക്. അപ്പോൾ 11:30 ഡോക്ടർ വന്നതിന് ശേഷം സ്റ്റാർട്ട് എന്ന് പറയണ കേട്ടു. പിന്നെ ഈ ചുറ്റിയൊക്കെ എടുത്ത് കൊട്ടണ ശബ്ദം, ഇങ്ങനെ മുറിക്കണ ശബ്ദം, ഇതൊക്കെ ഇങ്ങനെ കറുന്നുള്ള ശബ്ദമൊക്കെ കേട്ടുകൊണ്ടിരുന്നു കുറേ നേരത്തേക്ക്. എനിക്ക് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ അവർ വേഗം എനിക്ക് ഓക്സിജൻ വെച്ച് തന്നു. ശ്വാസം മുട്ടായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ശ്വാസം വിടാൻ പറ്റണില്ല, ആകെ ഒരു മിഷ്ടം. അപ്പോൾ അവർ ഇത് ഓക്സിജൻ വെച്ച് തന്നപ്പോൾ കുറച്ച് ആശ്വാസമായി. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് അറിഞ്ഞു. എനിക്ക് എന്താ ചെയ്യണമെന്നുള്ളത് മാത്രം കാണാൻ മാത്രം പറ്റിയില്ല. അതിന് ശേഷം ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ കർട്ടൻ നീക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ആണ് അമ്മ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ശരി, താങ്ക്സ് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. പിന്നെ മറ്റേ 5-6 ഡോക്ടർമാരാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് തുന്നിക്കെട്ടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു 1:30 എന്നെ മറ്റേ ആ റൂമിലേക്ക് മാറ്റി. ആ റൂമിലേക്ക് മാറ്റിയിട്ട് അവരങ്ങനെ പറയുമല്ലോ, ഞങ്ങളങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ, അവിടേക്ക് മാറ്റി ഒരു 3/4 മണിക്കൂർ അവിടെ കിടത്തി. അതിന് ശേഷം എന്നെ അവിടെ നിന്ന് സ്ട്രെച്ചറിൽ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി. പക്ഷേ എനിക്ക് ഉറപ്പൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഈ സലൈൻ വെച്ചു, പിന്നെ അതിൻ്റെ ഇടയ്ക്കിലെ ഇഞ്ചക്ഷനൊക്കെ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആയപ്പോൾ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചോളൂ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് രാത്രി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഛർദി വന്നു. ഞാൻ ഛർദിച്ചു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് വെളുപ്പായി. ഡോക്ടർ വന്നു, നോക്കി, നടക്കണം എന്നൊക്കെ പറഞ്ഞു. പതുക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് നടക്കാൻ പറഞ്ഞു. കുറച്ചൊരു 4-5 അടി വെച്ചേ ഉള്ളൂ നടക്കാൻ പറ്റിയത്, അത്രയേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് കിടന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുക എന്ന് പറഞ്ഞു ഡോക്ടർ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഡിസ്ചാർജാണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഡിസ്ചാർജാക്കി
വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ഇവിടേക്ക് വന്നത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞവരോടൊക്കെ എന്താ ചോദിച്ചെന്നാൽ, നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ വീട്ടിലേക്ക് വന്നതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആംബുലൻസിൽ സ്ട്രെച്ചറിലാണ് കൊണ്ടുവന്നത് വീട്ടിലേക്ക് എന്ന്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അവർ, ഓപ്പറേഷൻ കഴിഞ്ഞവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് അടുത്ത് ചോദിച്ചു, ഡോക്ടറെ ആംബുലൻസ് ഉണ്ടോ, സ്ട്രെച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, സാധാരണ പോലെ പോവാം. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞു ഇല്ല, അപ്പോൾ വീൽ ചെയറിലിരിക്കുക, എന്നിട്ട് നിങ്ങളുടെ വണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൽ പോവാന്ന് പറഞ്ഞു, അല്ലാണ്ട് നോ ആംബുലൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ വീൽ ചെയറിൽ പതുക്കെ എല്ലാവരും പിടിച്ച് ഇരുത്തി വീൽ ചെയറിൽ നിന്ന് കാറിൻ്റെ അറ്റം വരെ കൊണ്ടുപോയി. കാറിൽ നിന്നൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ആ സെക്യൂരിറ്റിമാരൊക്കെ കൂടെ 3-4 പേര് ചേർന്ന് എന്നെ എടുത്ത് ഈ സീറ്റിൽ അങ്ങോട്ട് ഇരുത്തിച്ചു. ഭയങ്കര വിഷമമായിരുന്നു അതൊക്കെ, ആ ഒരവസ്ഥ. അങ്ങനെ ഇരുത്തിച്ച് കാറ് കുറച്ച് നേരം ട്രാവൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കഷ്ടി 1 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാനും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതും ഹെൽപ്പ് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി. പിന്നെ ഈ ഒരുപാട് പാട്ടുണ്ടാകുക, പിന്നെ ഇത് വോക്കർ മറന്നുപോയി. വോക്കറിൽ പിടിച്ച് പതുക്കെ പിടിച്ച് റൂമിലേക്ക് വന്നു കിടത്താൻ അവരും സഹായിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. അടുത്ത ദിവസം ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു. എനിക്ക് ഭയങ്കര വേദന തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും പെയിൻ കില്ലറൊക്കെ ഉണ്ടായിരുന്നു, 5-6 പെയിൻ കില്ലർ ഉണ്ടായിരുന്നു. നല്ല വേദനയായിരുന്നു ആ തുടക്കം തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ 13 ദിവസമായി ആ വേദന ഇപ്പോഴും എനിക്ക് നല്ല വേദനയാണ്. ഇന്നിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനി നാളെ വേറെ എന്തെങ്കിലും പറയാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.